ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒത്തിരി വിശേഷം കൊണ്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഡെന്നെ വരച്ച വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ ഡെന്നേനെ അറിയാം. പിന്നെ ഡെന്നയുടെ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. ഡൂഡിൽ ആർട്ട് കാണാത്തവരെല്ലാവരും കാണുക. ഡൂഡിൽ ആർട്ട് സിമ്പിളായിട്ട് ഡൂഡിൽ ആർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ ഡെന്ന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഡെന്നിനോട് ഞാൻ ആദ്യം ഈ ഡൂഡിൽ ആർട്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിന് മുമ്പായിട്ട് ഞാൻ അവളോട് നമ്മുടെ അന്നക്കുട്ടിയുടെ ചിത്രം ഒന്ന് വരച്ചുതരാൻ പറഞ്ഞായിരുന്നു, ഒരു ഫോട്ടോ. അപ്പോൾ അങ്ങനെ അവരൊന്ന് ട്രൈ ചെയ്തതാണ്. അവൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒട്ടുമിക്ക അടിപൊളിയായിട്ട് നമുക്ക് അവൾ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോയാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടേക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നക്കുട്ടിയുടെ ഓണം എന്ന് പറഞ്ഞിട്ട് അന്നമ്മേ ആർപ്പോ ഇറോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു തമ്പനെയിലൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എബവ് ഒരു 2K ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത ഷെയർ ചെയ്ത എല്ലാവർക്കും എൻ്റെ ഏഞ്ചൽസ് ക്രാഫ്റ്റ് ഫാമിലിയിലെ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം, മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ ഗിവ് അവേയുടെ കാര്യം മറക്കണ്ടേ, കാരണം ഇനിയും ഗിവ് അവേ ഒരുപാട് പേരിങ്ങനെ 20 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരിങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ നല്ലത്. അപ്പോൾ എല്ലാവരും പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാദ്യം കുറേ സർപ്രൈസുകളൊക്കെ നോക്കി. അപ്പോൾ അതൊക്കെ ചിലർക്ക് ചിലപ്പോൾ അതൊക്കെ ഉള്ളതായിരിക്കാം, അവൈലബിൾ ഉള്ള സാധനങ്ങളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി അവർക്ക് ബെനിഫിറ്റ് ആവുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്യാഷ് പ്രൈസ് ആയിരിക്കും ഗിവ് അവേക്ക് ഗിഫ്റ്റായിട്ട് തരുന്നത്. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, ഒക്ടോബർ 26 ഓക്കെ. പിന്നെ എന്താണ്, പിന്നെ മുൻപത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു ഡബിൾ ഡെക്കർ ബൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ. അതിൻ്റെ കാണാത്തവരുണ്ടെങ്കിൽ അത് ലിങ്ക് ഇട്ടുതരാം. ഡബിൾ ഡെക്കർ ബൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ ഒരു എന്തപ്പാ സാധനം തോന്നില്ലേ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ വേഗം പോയി ആ ലിങ്ക് എടുത്ത് ക്ലിക്ക് ചെയ്ത് നോക്കുക, അപ്പം ആ സാധനം എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ. പിന്നെ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരു സിസ്റ്റർ, ഞങ്ങളുടെ ടിസി സിസ്റ്റർ അതുപോലെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെച്ച് നന്നായിട്ടുണ്ടായിരുന്നു. വേറൊരു മോഡൽ എനിക്ക് കിട്ടി അതൊന്ന് കണ്ടപ്പോൾ. കാരണം നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് വരുമ്പോഴല്ലേ നമുക്ക് ആ ഒരു എൻ്റെ മോഡലിനേക്കാൾ ഇച്ചിരി കൂടി ഭംഗിയ ആ മോഡലിലാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ മോഡലിൻ്റെ ഫോട്ടോയും ഞാനിവിടെ ഇടുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് പേരിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒത്തിരി സന്തോഷം. ഇതുപോലെ ഇനിയും ട്രൈ ചെയ്യണം. അങ്ങനെ നമ്മുടേതായിട്ടുള്ള ഇവൻറ്റുകളെല്ലാം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തണം. അതാണ് ഏഞ്ചൽസ് ക്രാഫ്റ്റിൻ്റെ ലക്ഷ്യം. ഓക്കെ. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ, ഇന്നത്തെ വീഡിയോ വളരെ അഭിമാനത്തോടു കൂടി പറയും, ഞാനല്ല ഇട്ടത് വീഡിയോ നമ്മുടെ ലിൻഡയാണ്, എൻ്റെ അപ്പുറത്തെ വീട്ടിലെ കുട്ടി. ഞങ്ങളുടെ എല്ലാവരും, ലിൻഡ, ഡെന്ന എല്ലാവരും ഞങ്ങളുടെ പള്ളിയിലെ ആൾക്കാരാണ്. കാരണം പള്ളി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സെൻറ്റ് സ്റ്റീഫൻ ചർച്ച് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഷെയർസ് ആണെങ്കിലും പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഒരുപാട് പേര്, പള്ളിയിലെ ആൾക്കാരും പിന്നെ പള്ളിയിലെ റിലേറ്റീവ്സ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒത്തിരി നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു എനിക്കിപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരാണ്. ഇപ്പോൾ അന്നമ്മ പെണ്ണൊക്കെ ഇങ്ങനെ വാശി പിടിക്കണ സമയമൊക്കെയാണ്, എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ലെങ്കിൽ ഒന്ന് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ പറയുമ്പോൾ, ഞങ്ങളുടെ പള്ളിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഴിവുകളുള്ള കുട്ടികളുടെ സമ്പുഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് പഞ്ഞില്ല, എനിക്ക് കൂടുതൽ പറയുന്നില്ല, എനിക്ക് അടിയിൽ ട്രോള് വരും. അതുകൊണ്ട് ഞാൻ ഇനി അധികമൊന്നും പറയുന്നില്ല. എനിവേ, നമ്മുടെ ലിൻഡയാണ് ഇത് ചെയ്തത്. ലിൻഡയ്ക്ക് ഒത്തിരി താങ്ക്സ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബ്രൈഡൽ മാസ്ക് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാസ്കാണല്ലോ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള വേണ്ടത്. അപ്പോൾ കല്യാണങ്ങൾ നടക്കുമ്പോൾ അതിന് ബ്രൈഡൽ മാസ്ക്, അതായത് ബ്രൈഡൽ ഗ്രൂം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മാസ്കാണ് ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വേഗം കണ്ടോളുക.
കണ്ടല്ലോ, ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ മാസ്ക് ഏറ്റവും കൂടുതൽ അവൈലബിളായിട്ട് വേണ്ടി വരുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇവൻറ്റുകൾ എന്തെങ്കിലും കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രൈഡൽസിൻ്റെ അതൊക്കെ ഒരു തീം ബേസ്ഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ചിലവൊന്നുമില്ല. എന്തായാലും മാസ്ക് വേണം. അപ്പോൾ അതിൽ കുറച്ചൊന്ന് വർക്ക് ചെയ്യാനും പിന്നെ കുറച്ച് ഷെൽസുകളൊക്കെ ഒട്ടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക, ബ്രൈറ്റ് കളേഴ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിനോട് മാച്ച് ആയിട്ടുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയായാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫോട്ടോ അയച്ചു തരാൻ മറക്കരുത്. വാട്സപ്പ് നമ്പർ അറിയാലോ, അപ്പോൾ അതിലെന്തായാലും അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ പുതിയ വിഭവം കൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.